പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സോളാറിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. സോളാർ നമ്മൾ വീട്ടിൽ തന്നെ സ്ഥാപിച്ചു. ഞാനൊരു 4-5 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ നടക്കാൻ തുടങ്ങിയത് സോളാർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ഹെൽപ്പായി എന്ന് വെച്ചാൽ ഒരുപാട് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് നോക്കിയതിനെക്കാളും ഒരുപാട് കോസ്റ്റ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ സബ്സിഡിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇപ്പോൾ 2 വർഷം മുൻപേ ഞാൻ വെക്കണം എന്ന് വിചാരിച്ച ആ ഒരു സമയത്തൊരു 48,000 രൂപയ്ക്കായിരുന്നു സബ്സിഡി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം 78,000 രൂപയുടെ സബ്സിഡി നമുക്ക് 5 കിലോ വാട്ട് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വെക്കാനുള്ള മെയിൻ കാരണം കറണ്ട് ബില്ല് തന്നെയായിരുന്നു. വളരെ ഭീമമായ കറണ്ട് ബില്ലായിരുന്നു എനിക്ക് വന്നിരുന്നത്. ഒരു തുടക്കത്തിലൊക്കെ ഒരു 5,000 തൊട്ടിട്ട് പിന്നെ അതങ്ങനെ കയറി 8,000, 10,000, നല്ല ചൂടുള്ള സമയത്തൊക്കെ 12,000, 14,000 വരെയൊക്കെ മാക്സിമം എനിക്ക് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിത് സ്ഥാപിച്ചിട്ടൊരു 3 മാസമായി. ഇപ്പം എനിക്ക് വരുന്ന ബില്ല് പറഞ്ഞാൽ ഒരു 300-നും 400-നും ഇടക്കാണ്. അതിലിപ്പോൾ കഴിഞ്ഞ മാസം എനിക്ക് കുറച്ച് ഒരു 700 രൂപയുടെ അടുത്ത് വന്നു. കാരണം കഴിഞ്ഞ മാസം നിങ്ങൾക്കറിയാലോ, ഒരു 15 ദിവസത്തോളം നല്ല മഴയായിരുന്നു, വെളിച്ചം തന്നെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷനിൽ കുറച്ച് കുറവ് വന്നു. ഇപ്പോൾ ഞാനിവിടെ ഈ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു 5 കിലോ വാട്ടിൻ്റെ ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡിനെ കുറിച്ചൊക്കെ ഞാനിനി ഈ വീഡിയോയിൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരുപാട് സോളാർ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഓൺ ഗ്രിഡ് എന്താണ്, ഓഫ് ഗ്രിഡ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് ഡയറക്റ്റ് ഗ്രിഡിലേക്ക് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിതിന് മൊത്തം എക്സ്പെൻസ് വന്നത് വെച്ചാൽ 3,20,000 രൂപയായിരുന്നു. അപ്പോൾ ഇതിൽ സബ്സിഡി എന്ന് പറയുന്നത് മാക്സിമം 5 കിലോ വാട്ട് വരെയാണ് സബ്സിഡി ലഭിക്കുന്നത്. അതിൻ്റെ മേളിലോട്ട് എത്ര വെച്ചാലും ഈ ഒരു സബ്സിഡി നമുക്ക് ലഭിക്കുള്ളൂ. മാക്സിമം 78,000 രൂപ സബ്സിഡി ലഭിക്കും. അപ്പോൾ അത് അടക്കം എനിക്ക് 3,20,000 ഇതിൻ്റെ കോസ്റ്റ് വന്നത്. അപ്പോൾ ആ ഒരു സബ്സിഡി കട്ട് ചെയ്തിട്ട് 2,42,000 രൂപക്ക് എനിക്ക് ഈ ഒരു പ്രൊജക്റ്റ് അവർ ചെയ്തു തന്നു. ഞാൻ ഒരുപാട് ടീംസിനെ കോൺടാക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നല്ലൊരു ടീമിനെ ചൂസ് ചെയ്തതാണ്. നമ്മളെ അടുത്ത് തന്നെ നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന ആളുകൾ, ഇപ്പോൾ ഒരുപാട് സോളാർ വെക്കുന്ന ആളുണ്ട്. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ നാടിൻ്റെ അടുത്തുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എന്തെങ്കിലും ഒരു സർവീസൊക്കെ വേണ്ടി വന്നാൽ ഇത് വളരെ ദൂരത്തുള്ള ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ അതിനെക്കാളും നമുക്ക് പെട്ടെന്ന് വിളിച്ചാൽ കിട്ടുന്ന ആളുകളും ഒക്കെ ആകുമ്പോൾ അത് നല്ല. അതുപോലെ തന്നെ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ കോണ്ടാക്ട് ചെയ്യുന്ന ടീമിനോട് എല്ലാ കാര്യങ്ങളും, ഇതിൽ ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്ത്, ഏത് പാനൽ, ഏത് ഇൻവേർട്ടർ യൂസ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ വയർ ഏത് യൂസ് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഇതിൽ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് പല ഉടായ്പകളും നടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ടീമിനോട് ബന്ധപ്പെട്ട് അവരെനിക്ക് എല്ലാ അതിൻ്റെ ഫുള്ള് പ്രൊജക്റ്റിൻ്റെ ഒരു കൊട്ടേഷൻ തന്നിട്ട് ആ പ്രകാരമാണ് അവർ ഞാനിവിടെ സ്ഥലത്തും ഉണ്ടായിരുന്നില്ല, ഞാൻ ഗൾഫിലായിരുന്നു ആ സമയത്ത് വെച്ചപ്പോൾ. പക്ഷേ ഞാൻ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴാണ് ഇത് ശരിക്കും കാണുന്നത്. പ്രൊജക്റ്റ് വളരെ നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ അതേപോലെ തന്നെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രൊഡക്ഷൻ കിട്ടുന്നത് ഒരു ആവറേജ് പ്രൊഡക്ഷൻ 20 യൂണിറ്റാണ് പെർ ഡേ. അപ്പോൾ അതിൽ കൂടുതൽ കിട്ടുന്നതും കുറവ് കിട്ടുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. അത് പാനലിനെ ബേസ് ചെയ്തിട്ട് മാത്രമാവില്ല, നമ്മളെ ആ ഒരു ഏരിയയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. ഇപ്പോൾ എനിക്കിതിന് മാക്സിമം വന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 25 യൂണിറ്റ് വരെയാണ് നല്ല ഒരു സമയത്ത് ലഭിച്ചത്. പിന്നെ മഴ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 10-12 യൂണിറ്റൊക്കെ മാക്സിമം, സ്ഥിരമായിട്ട് മഴ ഉണ്ടാകുമ്പോൾ 10 യൂണിറ്റിലൊക്കെ താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ടോട്ടലി ഹാപ്പിയാണ് ഈ ഒരു സംഭവം. കാരണം എനിക്ക് ഒരു ഇയർലി കണക്ക് കൂട്ടുമ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു 50,000 രൂപയുടെ കറണ്ട് ബില്ലൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു 300 രൂപ 400 രൂപ മാക്സിമം വെച്ച് കൂട്ടുമ്പോൾ തന്നെ എനിക്കൊരു 3-4 വർഷത്തിനുള്ളിൽ ഞാൻ ഈ വെച്ച പ്രൊജക്റ്റ് എനിക്ക് മുതലാവും. പിന്നെ ഇതിൽ അവർ യൂസ് ചെയ്ത പാനൽ പറഞ്ഞാൽ അദാനിൻ്റെ ബൈഫേഷ്യൽ പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ മൈക്രോ ഇൻവേർട്ടർ യൂസ് ചെയ്യുക. ഓരോ പാനലിലും സിംഗിൾ മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരുപാട് പ്രൊഡക്ഷൻ കൂടുതൽ കിട്ടും എന്നൊക്കെ പറഞ്ഞു ഇതിനോട് അറിയുന്ന ആളുകൾ. പക്ഷേ അതിന് നമുക്ക് എക്സ്പെൻസ് നമ്മളെ കരുതിയ രീതിയിൽ നിൽക്കില്ല. നമ്മൾ ചെയ്ത ടീമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള തന്നെ ജേജ സോളാർ എന്നുള്ളൊരു ടീമാണ് ഇത് ചെയ്തത്. അവർ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ അവർക്ക് ഈ ഒരു വർക്ക് കൊടുത്തത്. വളരെ നല്ല രീതിയിൽ അവരിത് പ്രൊജക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ യൂസേജ് ഉണ്ട് നമ്മുടെ വീട്ടിൽ അത് മനസ്സിലാക്കുക. അതിൽ കൂടുതൽ പാനൽ വെക്കാൻ ശ്രമിക്കുക. കാരണം എൻ്റെ വീട്ടിൽ തന്നെ ഒരു സംബന്ധിച്ച് ആവറേജ് ഒരു കൺസപ്ഷൻ എന്ന് പറയുന്നത് മന്തിലി ഒരു 400 യൂണിറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ സോളാർ വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉപയോഗം കൂടും. 500 യൂണിറ്റിന് മേലെ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ സോളാർ വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എത്രയാണ് യൂണിറ്റ് വേണ്ടത് അതിന് കറക്റ്റായിട്ട് വെക്കാതെ അതിലോട്ട് കുറച്ച് മേലെ കറണ്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യായിരിക്കും നല്ല. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലെ കൺസപ്ഷന് സോളാർ വെച്ചൊക്കെ കൂടും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട്
സോളാർ വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആർക്കൊക്കെ വെക്കാമെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 3000 രൂപയുടെ 2 മന്തിൽ ഒരു 3000 രൂപയുടെ മേലെ കറണ്ട് ബില്ല് വരുന്നതിൽ മാത്രം ഇതിന് ഇറങ്ങി പുറപ്പെട്ടാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലാത്തവർക്ക് ഇതിൻ്റെ അവരടക്കുന്ന കറണ്ട് ബില്ലും ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റൊക്കെ നോക്കുമ്പോൾ നഷ്ടമായിരിക്കും ഇത്. അപ്പോൾ അത്യാവശ്യം ഒരു 4000-3000 മേലെ കറണ്ട് ചാർജ് വരുന്ന ആളുകൾ മാത്രം സോളാർ വെച്ചാൽ മതിയാവുമെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. സോളാറിൻ്റെ സ്ട്രക്ചർ വർക്ക് അതുപോലെ അങ്ങോട്ട് കയറാനുള്ള ഈ ഒരു ലാഡർ, ചെറിയൊരു ലാഡറൊക്കെ അവരെ വർക്കിൽ ചെയ്തതെന്നാണ്. ഈ ഒരു ലാഡർ എൻ്റെ മുകളിലോട്ട്, ടെറസിൻ്റെ മുകളിലോട്ട് കയറാനുള്ള മാർഗം ഉണ്ടായില്ല. അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ഒരു 15000 രൂപ കൊടുത്തിട്ട് ചെയ്തതാണ്. ബാക്കിയുള്ള അതിനോട് ബന്ധപ്പെട്ട സ്ട്രക്ചർ വർക്കൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ടോ. നല്ല സ്ട്രക്ചർ വർക്കൊക്കെ തന്നെ നല്ല പെർഫെക്റ്റാണ്. പെയിൻറ്റിങ്, അതിൻ്റെ കോട്ടിങ്, തുരുമ്പെടുക്കാതൊക്കെ എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈറ്റിനിങ് റെസ്റ്റൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എർത്ത് ഒക്കെ തന്നെ 3ഓളം എർത്ത് ചെയ്യാം, അതൊക്കെ അവർ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സോളാർ വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വെക്കാൻ ശ്രമിക്കുക.